വെൽക്കം ബാക്ക് ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ നമ്മൾ മലേഷ്യ ഡേയ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. ഈ ജെൻഡിങ് ഹൈലാൻഡിൽ കുറേയേറെ പ്രത്യേകതകളുണ്ട്, കുറേ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോരാ, 2 ദിവസമെങ്കിലും കാണാൻ. സെൻട്രൽ മലേഷ്യയിൽ 1800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയുണ്ട്. അതിന് മുകളിലാണ് ഈ ജെൻഡിങ് ഹൈലാൻഡ്. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ലിങ്കോ ടോങ് എന്ന് പറയുന്ന മലേഷ്യൻ വ്യവസായിയുടെ ഒരു സ്വപ്നം എന്ന് തന്നെ നമുക്കിതിനെ പറയാം. ജെൻഡിങ് ഹൈലാൻഡിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. റിസോർട്ട്, അതായത് റിസോർട്ട്സ് വേൾഡ് ജെൻഡിങ്, ക്യാസിനോ, തീം പാർക്കുകൾ, ചൂതാട്ടം അനുവദനീയമായിട്ടുള്ള സ്ഥലം, അങ്ങനെ കിടിലം കെട്ടിടങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഒപ്പം അവാന സ്കൈവേയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നേരെ പോകുന്നത് അവാന സ്കൈവേയിലൂടെ ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പർവ്വത നിരയൊക്കെ കടന്ന് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. നല്ല വളവും തിരിവുമുള്ള റോഡൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് പോകാനായിട്ട്. ഈ റോഡെല്ലാം നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നല്ല റോഡ്, ഒരു കുഴി പോലും ഇല്ലാത്ത അടിപൊളി റോഡാണ് അവിടുത്തെ എല്ലാം. അപ്പോൾ ഇവിടെ എത്താറാകുമ്പോഴേക്കും എന്താ കേബിൾ കാറുകൾ നമ്മുടെ കണ്ണിലുടക്കി തുടങ്ങും. മുകളിലേക്ക്, മലമുകളിലേക്ക് ഇങ്ങനെ കയറുന്നതും പോകുന്നതുമായിട്ടുള്ള കേബിൾ കാറുകൾ കാണുമ്പോൾ തന്നെ ആ ഒരു, ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാറിൽ കയറാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താവും, എങ്ങനെയാവും, പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കയറണം, അതൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ടെൻഷനും ഉണ്ട്. എന്തായാലും നമ്മളിവിടെ എത്തി കേട്ടോ. ജെൻഡിങ് ഹൈലാൻഡിൻ്റെ കേബിൾ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഏരിയയിലെത്തി. നമ്മുടെ കാറൊക്കെ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ശരിക്കും ഒരു മാളിലേക്ക് കയറുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കാറിൻ്റെ ഡ്രൈവറും ജോക്കോൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കിങ്ങനെ കാർഡ് ഉണ്ട്, നമ്മുടെ മെട്രോയിലൊക്കെ കയറുമ്പോൾ പാസ്സില്ലേ, അതുപോലത്തെ ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് മമ്മി സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ ആ ഉള്ളിലേക്ക് കാണുന്ന ആ വേയില്ലേ, ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ആ സൈഡിലൊക്കെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇനി പോകാൻ പോകുന്ന ആ കേബിൾ കാർ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു മാള് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മളെ കാറിൽ കൊണ്ടുവിടുന്നത്. അത് കഴിഞ്ഞിട്ട് അതുപോലെ കാറിൽ മാത്രമല്ല ബസ്സിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. ബസ് ടെർമിനൽ ഇതിനകത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ബസ്സിൽ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് നേരെ അങ്ങനെ വന്ന് നമുക്ക് ഇറങ്ങാം. ഞങ്ങൾ എന്തായാലും കാറിലാണ് വന്നത്, ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ക്യാബ്സും അവൈലബിൾ ആണ് കേട്ടോ. മലേഷ്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റേറ്റ് കുറഞ്ഞ് ക്യാബുകളും അതുപോലെ തന്നെ ബസ്സുമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെഹിക്കിൾസ്. അല്ലാതെ നമ്മൾ ഈ ടൂർ പാക്കേജ് ആയതുകൊണ്ട് കാറിനാണ് വരുന്നത്. അപ്പോൾ അതായത് ഇതൊരു മാൾ പോലെ അകത്തേക്കാണ്. അതിൻ്റെ ഉള്ളിലാണ് അവാന സ്കൈവേ. അതിൻ്റെ ടിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എടുക്കാം. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നത്. അതായത് ഈ ഒരു വലിയ റിബൺ കെട്ടിയേക്കുന്നുണ്ടോ, അത് മുഴുവൻ ക്യൂ നിൽക്കേണ്ട ഏരിയ ആണ്. അപ്പോൾ ഏറ്റവും രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്കില്ലാതെ ഇതിനകത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെയാണ് കേട്ടോ വന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇനി മലേഷ്യയിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിരക്കാണ്. ഏകദേശം മണിക്കൂറിൽ 2000-ഓളം ആളുകളാണ് ഈ സ്കൈവേയിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, അപ്പോൾ അത്രയും നീണ്ട ക്യൂ ചില സമയങ്ങളിലുണ്ടാവും. ഇപ്പം ഞങ്ങൾ ഈ രാവിലെ വന്നിരിക്കുന്നതുകൊണ്ട് വലിയ ക്യൂ ഒന്നും ഉണ്ടായില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. നമ്മുടെ മെട്രോയിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പാസ് ചെയ്യത്തില്ല, അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെയും ടിക്കറ്റ് എടുത്ത് ആ ഒരു പാസ് ഇവിടെ കാണിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് മെട്രോയിലൊക്കെ നമ്മൾ പോയിട്ട് പരിചയമുള്ളത് കൊണ്ട് നമുക്കിതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടിക്കറ്റ് ഞങ്ങളുടെ മൊബൈലിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മൊബൈലിൽ ജസ്റ്റ് അതിൻ്റെ ആ QR കോഡ് കാണിച്ചാൽ മതി, അത് ഓപ്പൺ ആയി വരും. അങ്ങനെ 5 പേരുടെയും കാണിച്ചതിന് ശേഷമാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. ഇതാണ് കേബിൾ കാർ. അപ്പോൾ കേബിൾ കാർ ഈ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വരും, മുകളിലേക്ക് പോകും, താഴേക്ക് വരും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കേബിൾ കാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു ക്യാബിനിൽ 8 പേർക്കാണ് കയറാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേഗം ഇതിങ്ങനെ പതിയെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം ചാടി കയറണം. അപ്പോൾ മമ്മി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു പെട്ടെന്ന് ചാടി കയറാൻ പറ്റുമെന്ന്. എന്തായാലും മമ്മിയും ചാടി കയറിയിട്ടു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള കേബിൾ കാറിൽ പെട്ടെന്ന് 8 പേര് ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേബിൾ കാറിലേക്ക് നമ്മൾ കയറണം. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് പേര് കയറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഈ കേബിൾ കാറിലേക്ക് നമുക്കിനി പെട്ടെന്ന് ചാടി കയറാം. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിഷ്വൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം നോക്കുന്നത് ചക്കര ഈ കേബിൾ കാറിലേക്ക് കയറാനായിട്ട് പോകണം. ഇതിൻ്റെ താഴെ നമുക്ക് ഇങ്ങനെ വിസിബിൾ അല്ല കേട്ടോ, അതായത് ചില്ലല്ല അതിൻ്റെ താഴെ. ഞങ്ങൾ കയറിയിരിക്കുന്ന ഇതിൻ്റെ താഴെ ചില്ലല്ല, പക്ഷേ
ചിലതിൻ്റെ താഴെ ചില്ലാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് കിട്ടും കേട്ടോ. ഫോട്ടോ എടുത്ത് കിട്ടുമെന്ന് വെച്ചാൽ ഫ്രീ അല്ല, നമ്മുടെ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വന്ന് കളക്ട് ചെയ്യണം, അപ്പോൾ അതിന് ക്യാഷ് കൊടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവാത്തത് കൊണ്ട് ഞങ്ങളത് ഫോട്ടോ എടുത്തില്ല കേട്ടോ. പിന്നെ വിചാരിച്ചു അയ്യോ ഫോട്ടോ എടുക്കാമായിരുന്നു. എന്തായാലും നമ്മൾ യാത്ര തുടങ്ങി കേബിൾ കാറിൽ കയറി ഇതാ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുകളിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ച എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഏകദേശം 15 മിനിറ്റ് ദൈർഘ്യമാണ് ഈ ഒരു യാത്രയ്ക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ കേബിൾ കാറുകൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ പോകുന്നു, താഴേന്ന് വരുന്നതും എല്ലാം കാണാൻ പറ്റും. ചെറിയൊരു മഴ വന്നതുകൊണ്ട് ഇങ്ങനെ ആ മഴ ചാറ്റലിൻ്റെ തുള്ളികളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല നമുക്ക് പുറത്തുള്ള വിഷ്വൽസ്, എന്നാലും നല്ല ഭംഗിയായിട്ടുള്ള വിഷ്വലാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കേബിൾ കാറിൻ്റെ യാത്ര ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല രസമുള്ള യാത്രയായിരുന്നു. ദൈർഘ്യമുള്ള യാത്രയാണ് കേട്ടോ. ഇതിനിടയിലൊരു സംഭവമുണ്ട്. ജെൻഡിങ് ഹൈലാൻഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ചിൻ സി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കേവ് ടെമ്പിൾ ഉണ്ട്. അവിടെ ഒരു ഹോൾട്ട് ഉണ്ട്, അതായത് നമ്മൾ അവിടെ ഇറങ്ങണം. ഇനി അത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് അവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ മലേഷ്യ പോകുന്നവർ നമ്മൾ ആദ്യം ഈ ചിൻ സി ടെമ്പിൾ കണ്ടിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കേബിൾ കാറിൽ കയറി പോകും. ഇതാണ് ചിൻ സി കേവ് ടെമ്പിൾ. ഇത് ഭയങ്കര രസമാണ് കാണാൻ. അത് കാണാതെ പോകരുത് കേട്ടോ. ഇനി ചിലർ വിചാരിക്കും അയ്യോ ഇറങ്ങി കയറണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷെ പോകണം, അത്രയും രസകരമാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു ഹോൾട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ചിൻ സി ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിൻ സി ടെമ്പിളിലേക്ക് പോകുമ്പോൾ അയ്യോ ഈ വന്ന വഴി മുഴുവൻ ഇനി ഇറങ്ങണ്ടേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ കേവ് ടെമ്പിളിലേക്ക് പോകാനായിട്ട് നമുക്കിവിടെ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് എസ്കലേറ്ററിൽ നിന്ന് കൊടുത്താൽ മതി, അത് താഴേക്ക് പോയിക്കോളും. ഇങ്ങനെ കുറേ ദൂരം താഴേക്ക് പോകാനുണ്ട്. ഏകദേശം ഒരു എസ്കലേറ്റർ ഒരു 10-15 എസ്കലേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വന്ന വഴി കേബിൾ കാറിൽ കയറി വന്ന വഴി കുറേ ദൂരം നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ് ഈ ചിൻ സി ടെമ്പിൾ കാണാനായിട്ട്. ഇവിടുത്തെയൊക്കെ ഒരു നേച്ചർ കാണാൻ ഭയങ്കര രസമാണ്. മഞ്ഞ് മൂടിയ മലകൾ, നല്ല പച്ചപ്പ്, പർവ്വതമാണ്. ഏകദേശം ഏക്കർ കണക്കിനുള്ള 28 ഏക്കറിലാണ് ഈ ചിൻ സി ടെമ്പിൾ നിലനിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഇതവിടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ടെമ്പിളാണ്, ചൈനീസ് ടെമ്പിളാണ്. അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു അയ്യോ മമ്മിയും കൊണ്ട് പറ്റുമോ ഇത് ഇത്രയും താഴേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ മുഴുവൻ എസ്കലേറ്ററാണ്, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇറങ്ങാം. ഏകദേശം ഈ പർവ്വതത്തിൻ്റെ ഒരു മിഡിൽ പോർഷനിലാണ് ഈ ചിൻ സി ടെമ്പിൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പകുതി പോർഷനിൽ എത്തുമ്പോഴേക്കും നല്ല മഞ്ഞ്, തണുപ്പ്, കാറ്റ്, ആ ഒരു പ്രതീതിയാണ് ഇവിടെ മൊത്തം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെയിലും വരുന്നുണ്ട്. അപ്പോൾ മഴയും ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിൻ സി ടെമ്പിളിലേക്ക് ഇതാ നമ്മൾ പതിയെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എസ്കലേറ്ററൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടെയും കുറച്ച് മല കയറാനുണ്ട്. വലിയ ഗുഹയൊക്കെ ഉള്ള ഒരു ടെമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും കുറേ രൂപങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ കുറേ സമയം വേണം. അതുകൊണ്ട് നെക്സ്റ്റ് എപ്പിസോഡിലാണ് കേട്ടോ ഞാൻ ആ ചിൻ സി ടെമ്പിളിൻ്റെ ഒരു ഫുൾ കാണിക്കാനായിട്ട് പോകുന്നത്. കുറേയേറെ പ്രതിമകൾ, പിന്നെ കാണാൻ കുറേയേറെ ഉണ്ട്. പിന്നെ മഞ്ഞ് മൂടി സ്ഥലം, അതിന് കൂടെ ഇങ്ങനെ കേബിൾ കാറുകൾ പോകുന്നത്. പിന്നെ ഈ ടെമ്പിൾ കാണാൻ നല്ല ഭംഗിയാണ്, പഗോഡ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഫുൾ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിലാണ്. കാണാൻ മറക്കണ്ട. ജുവൽ ബേബീസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൾ അമർത്തി വെച്ചോളൂ കേട്ടോ. പിന്നെ മലേഷ്യ നിങ്ങൾ പോയപ്പോൾ കേബിൾ കാർ റൈഡാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, അത് ചിൻ സി ടെമ്പിളാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ മലേഷ്യക്കൊന്നും ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് കേട്ടോ ഈ വീഡിയോ. എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആ പ്ലേസുകളെല്ലാം നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ ടെമ്പിളിൻ്റെ കുറച്ച് ഭാഗം ഇതാണ്. അതിൻ്റെ അപ്പുറത്തെ വശത്ത് വലിയൊരു പഗോഡയാണ് ആ കാണുന്നത്. അതെല്ലാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ. ആ പഗോഡയ്ക്ക് താഴെയായിട്ടാണ് കേവ് ടെമ്പിൾ വരുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം കാണാം. നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കണ്ട. ടാറ്റാ, ബൈ.